അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1399, സൂറത്തു യൂസുഫ് 105 മുതൽ 108 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكأي من آية في السماوات والأرض يمرون عليها وهم عنها معرضون وما يؤمن أكثرهم بالله إلا وهم مشركون أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وكأي من آية في السماوات والأرض. ആകാശങ്ങളിലും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങൾ. യമുറൂന അലൈഹ, ആ ദൃഷ്ടാന്തങ്ങളുടെ അരികിലൂടെ അവർ നടന്നു പോകുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ, ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ചിന്തിക്കാതെ അവർ തിരിഞ്ഞു കളയുന്നവരായ നിലക്ക്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ നിന്ന് മിക്ക ആളുകളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിട്ടല്ലാതെ. അഫഅമിനു, അവർ നിർഭയരാവുകയാണോ? അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു ശിക്ഷ അവരെ വലയം ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഔ തഅതിയഹുമുസ് സഅതു ബഗ്തതൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ അവർക്ക് വന്നെത്തുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാവുകയാണോ? വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്തവരായിരിക്കെ അന്ത്യനാൾ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരാവുകയാണോ? ഖുൽ, നബിയെ അങ്ങ് പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ അന, നല്ല ദൃഢവിശ്വാസത്തോടുകൂടെ, ഒമനിത്തബഅനി, എന്നെ പിന്തുടർന്നവരും അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ബഹുദൈവാരാധകന്മാരിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസത്തിന്റെ ശൈലിയിലേക്കും സ്വഭാവത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന് അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൈമാറിയപ്പോ ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ആവശ്യമായ നല്ല തെളിവുകൾ തന്നെ തങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും ജനങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ഒരു ദുരന്തമുണ്ടായി എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ. അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ വിശ്വസിക്കാൻ, പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മനുഷ്യനെ നിർബന്ധിക്കുന്ന ഒട്ടനവധി രേഖകളും തെളിവുകളും ഈ പ്രകൃതിയിൽ തന്നെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ ആ തെളിവുകളുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ, ആ തെളിവുകൾ നിരന്തരം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ തെളിവുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളെ യഥാവിധി വിശ്വസിക്കുകയും ചെയ്യാൻ പലരും മെനക്കെടാറില്ല. അല്ലെങ്കിൽ അതിനെ അവഗണിച്ചു തള്ളുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനങ്ങളും ശൈലികളും ജനങ്ങൾ നിരന്തരം കൊണ്ടു നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് അത്തരക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ താക്കീതിന്റെ ശക്തമായ സ്വരം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നിരുത്തരവാദപരമായ നിലപാട് തങ്ങളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് തങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ചില കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യുകയാണ് ഈ സൂക്തങ്ങളിലൂടെ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിന്റെ, അവന്റെ കഴിവിന്റെ,
അവൻ ഏകനാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന്റെ, അവന് പങ്കാളികളാരും ഇല്ലാത്ത വിധം അവൻ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് ബോധ്യപ്പെടുത്തും വിധമുള്ള എത്രയോ തെളിവുകൾ ഈ പ്രകൃതിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളും ഗാലക്സികളും അതേപോലെ താരാപഥങ്ങളും പ്രകൃതിയിലെ ഒട്ടനവധി ആകാശങ്ങളിലും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങളും, അതുപോലെ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ കാണുന്ന സമുദ്രവും അതേപോലെ തോട്ടങ്ങളും അതുപോലെ കാടൻ പ്രദേശങ്ങളും അമ്പരചുംബികളായ മലയോരങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് ഈ പ്രകൃതിയിൽ ഒട്ടനവധി സംവിധാനങ്ങൾ അല്ലാഹു തആല ആകാശങ്ങളിലും ഭൂമിയിലും വെച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ വസ്തുതാപരമായി ഒരാൾ വിലയിരുത്താൻ ശ്രമിച്ചാൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു, സൂര്യോദയത്തെയും ചന്ദ്രോദയത്തെയും അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയും ഒക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് തലകുലുക്കി സമ്മതിക്കേണ്ടി വരില്ലേ? ഇതിന്റെ പിന്നിൽ എന്തായാലും കാര്യങ്ങളുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നല്ല കരുത്തുള്ള, തന്റേടമുള്ള ഒരു സംവിധായകൻ ഇതിന്റെ പിന്നിലുണ്ട്. ആ സംവിധായകന്റെ ഡിസൈൻ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളെല്ലാം അവൻ കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ളത്. ആ സംവിധായകൻ ഒന്നിലധികം ഉണ്ടാകാനും പാടില്ല. എന്തുകൊണ്ട്? ഒന്നിലധികം ഒരേ കഴിവുള്ള ആളുകൾ ഉണ്ടായാൽ അവർക്കിടയിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കിയാൽ ഒരാൾ ഒരു സംഗതി വേണമെന്ന് പറയുമ്പോൾ മറ്റേയാൾ അത് പറ്റില്ല എന്ന് പറയും. വേണമെന്നൊരാളും അത് വേണ്ട എന്ന് മറ്റൊരാളും പറഞ്ഞാൽ രണ്ടും കൂടെ ഉണ്ടാവലും രണ്ടും കൂടെ ഇല്ലാതിരിക്കലും രണ്ടും അസംഭവ്യമാണ്, ഇമ്പോസിബിൾ ആണ്, അല്ലേ? ഇപ്പൊ ഒരാൾ പറയുന്നു ഇന്ന് പകൽ മാത്രം മതി, രാവ് വേണ്ട. മറ്റേയാൾ പറയുന്നു ഇന്ന് രാവ് മാത്രം മതി, പകൽ വേണ്ട. എന്നാൽ ഇതിലിപ്പോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലേ നടത്താൻ കഴിയുമോ? ഒന്നുകിൽ രാവ് അല്ലെങ്കിൽ പകല്, രണ്ടും കൂടെ ഒരേ സമയത്ത് വരാൻ പറ്റും? ചോറ് അല്ലെങ്കിൽ കഞ്ഞി, ചൊറിഞ്ഞി പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ രാവ് അല്ലെങ്കിൽ പകല്, ഈ രണ്ടിലൊന്നല്ലേ പറ്റൂ. അപ്പൊ ഇവിടെ ഇതില് രാവ് വേണമെന്ന് പറഞ്ഞ ആളുടേതാണ് വിജയിക്കുന്നതെങ്കിൽ പകല് വേണമെന്ന് പറഞ്ഞ ആളുടേത് പരാജയപ്പെട്ടു. അപ്പൊ അയാൾ സർവശക്തനല്ല എന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഈ സംവിധാനത്തിന് ഡിസോർഡർ ആകുന്ന അവസ്ഥ ഉണ്ടാകും, രാവുമില്ല പകലുമില്ലാത്തൊരവസ്ഥ. അത് നടക്കുമോ? അത് നടക്കൂല. എന്നാൽ ഇവിടെ രാവും പകലൊക്കെ സ്മൂത്തായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഡിസോർഡറും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒരു മനുഷ്യന്, ചിന്തിക്കാൻ ശേഷിയുള്ളവന്, കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവന് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു അജയ്യനായ ശക്തിയുണ്ട്. ആ ശക്തിക്ക് സമന്മാരില്ല, ആ ശക്തിയോട് തുല്യരായിട്ടുള്ള മറ്റാരുമില്ല. ആ ശക്തിയുടെ സ്ഥാന ബഹുമാനങ്ങൾക്കോ മഹത്വങ്ങൾക്കോ മറ്റൊരാൾക്കും പങ്കാളിത്തവുമില്ല. ആ ശക്തി ആരാലും വെല്ലുവിളിക്കപ്പെടാൻ പറ്റുന്ന ശക്തിയല്ല. ആ ശക്തി ഒരാളുടെ ചലഞ്ചിന് മുന്നിലും തലകുലിക്കുന്നവനും അല്ല. അങ്ങനത്തെ ഒരു ശക്തി, ഒരു അജയ്യനായ ശക്തി, അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശക്തി, അമൂർത്തമായിട്ടുള്ള ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ടെന്ന് വന്നാൽ മാത്രമേ ഈ സംവിധാനം ഇത്രയും സ്മൂത്തായി മുന്നോട്ട് പോവുകയുള്ളൂ. സംവിധാനം സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ട്, അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് പങ്കാളികൾ, അല്ലെങ്കിൽ ആ ശക്തിക്ക് അതേപോലത്തെ സ്വഭാവമുള്ള, ശക്തിയുള്ള, കഴിവുള്ള, അർഹതയുള്ള മറ്റൊരു ശക്തി, അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടാവാൻ പാടില്ല. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞില്ലേ, അവർ പറയുന്നത് പോലെ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അർശി സബീല, അർശിന്റെ അധിപനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആക്രമിക്കാൻ ആ ശക്തികൾ വഴി തേടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആലാന്റെ അതേ കഴിവുള്ളവരുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ തമ്മിൽ പലപ്പോഴും എന്തുണ്ടാകും? ഈഗോ ക്ലാഷ് ഉണ്ടാവും. അപ്പൊ സംവിധാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. അത് ഉടലെടുക്കുന്നില്ല എന്ന് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ ആ ശക്തിയെ വെല്ലുവിളിക്കാൻ തക്ക മറ്റൊരു ശക്തിയില്ല എന്ന് ഉറപ്പാവുകയും ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അത് പ്രകൃതിയിലൂടെ നോക്കിയാൽ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ബോധ്യപ്പെടുന്നതാണെങ്കിൽ പോലും അത് ബോധ്യപ്പെട്ട് ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ തെളിവുകളെല്ലാം കൺമുന്നിൽ കണ്ടിട്ടും
അതിനെക്കുറിച്ച് ചിന്തിക്കാനോ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനോ ശ്രമിക്കാതെ അവരുടേതായിട്ടുള്ള അന്ധവിശ്വാസത്തിന്റെ ആ ഒരു വല്ലാത്ത ഇരുട്ടിന്റെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു ദുരന്ത കഥാപാത്രങ്ങളെയാണ് തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുകയാണ് ഇവിടെ. അതാണ് വകഅയ്യിൻ മിൻ ആയത്തിൻ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട് ഫിസ് സമാവാതി, ആകാശങ്ങളിലും വല്ലർളി, ഭൂമിയിലും, യമുറൂന അലൈഹ, ആ ദൃഷ്ടാന്തങ്ങളുടെ അരികിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തങ്ങൾ പലതും അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജീവികളും ജീവനില്ലാത്തതും സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും ഈ വ്യത്യസ്ത ടേസ്റ്റിലുള്ള സാധനങ്ങളും ഒരേ വിത്ത് വിതച്ചിട്ട് ആ വിത്ത് വിതച്ച് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിളവ്, ആ വിളവിലെ തന്നെ ഒന്നിന് കയ്പ് മറ്റൊന്നിന് മധുരം, അല്ലെങ്കിൽ ഒന്നിന് നല്ല ടേസ്റ്റ് മറ്റൊന്നിന് ഒരു തരം സുഖകരമല്ലാത്ത ടേസ്റ്റ്, അല്ലെങ്കിൽ ഒരേപോലത്തെ ടേസ്റ്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള സംവിധാനങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്ത നിറഭേദങ്ങൾ അവർ കാണുന്നുണ്ട്. എന്നിട്ടൊന്നും ഇതിന്റെ പിന്നിലുള്ള ശക്തിയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ വഹുമൻഹാമരുളൂൻ, ആ തെളിവുകളെ തൊട്ട് അവർ പിന്തിരിയുകയാണ്. വെച്ചാൽ അത് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവർ തയ്യാറാവുന്നില്ല. അതൊരു അത്ഭുതമായി അല്ലെങ്കിൽ ഒരു വല്ലാത്ത പ്രതിഷേധമായി അള്ളാഹു തആല അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ നിന്ന് മിക്കപേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. പടച്ചവനോട് മറ്റു പലതിനെയും പങ്കു ചേർക്കുകയും അള്ളാഹുവിനോട് സമന്മാരാക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ അവരിൽ അധിക ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആകാശം പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, ഭൂമി പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഈ മുശ്രിക്കുകൾ പലരും പറയുമായിരുന്നു അത് അള്ളാഹു ആണ് എന്ന്. ഞങ്ങൾക്ക് അന്നം തരുന്നത് അള്ളാഹു ആണ്, അന്നദാതാവ് പടച്ചവനാണ് എന്ന് പറയും. എന്നാൽ ആ പറച്ചിലിനപ്പുറം പിന്നീട് അവരുടെ ജീവിതത്തിൽ കാണുന്നത് എന്താണ്? അള്ളാഹുവിനേക്കാളും മറ്റു പലതിനും അവർ സ്ഥാനം കൊടുക്കുകയും പടച്ചവന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയിൽ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും പങ്കു ചേർക്കുകയും ചെയ്യുന്ന ശിർക്കൻ സ്വഭാവമാണ് കാണുന്നത്. ഈ വിധി വൈപരീത്യത്തിന്റെ അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ശൈലിയുടെ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ഇവിടെ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൈദാ സുഇലു അനില്ല, ഇമാം തുബരി തങ്ങൾ പറയുന്നു ഫൈദാ സുഇലു അനില്ല, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ വസഫൂഹു ബിഗൈരി സിഫത്തിഹി, അള്ളാഹുവിനുള്ളതല്ലാത്ത വിശേഷണങ്ങൾ അവർ പറയും. വജഅലൂ ലഹു വലദൻ, അള്ളാഹുവിന് അവർ മക്കളെ സ്ഥാപിക്കും. വഅശ്റകൂ ബിഹി, അള്ളാഹുവിനോട് അവർ പങ്കു ചേർക്കുകയും ചെയ്യും. അപ്പൊ ആകാശം പടച്ചതും ഭൂമി പടച്ചതും അള്ളാഹു ആണെന്ന് പറയും. അവർ വിശ്വസിച്ചു അള്ളാഹിനെ കൊണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വദാലിക ഈമാനുഹും ബില്ലാഹ്, അതാണ് അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ഒന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചു. വമാ യുഅ്മിനു അക്സറുഹും, അവരെ അധിക പേരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല, ചലൈബിൽ ലിസാനി, നാവ് കൊണ്ട്. അതായത് ആകാശം പഠിച്ചത് ആരാന്ന് വെച്ചാൽ അള്ളാഹു ആണെന്ന് നാവ് കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഇല്ലാ വഹും കാഫിറും ബിഖൽബിഹി, മനസ്സുകൊണ്ട് നിഷേധിയാണ്. അള്ളാഹിനെ മാത്രം അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് അവർ തയ്യാറല്ല. പിന്നെ ചോദ്യകർത്താക്കളുടെ മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ നാവ് കൊണ്ട് അവരെന്ത് പറയുന്നു? അള്ളാഹുവാണ് ആകാശം പഠിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് അള്ളാഹുവിനേക്കാളും ബഹുമാനവും സ്ഥാനവും അവർ ആർക്ക് നൽകുകയും ചെയ്യുന്നു? അവരുടെ ദൈവങ്ങളായി അവർ പരിചയപ്പെടുത്തുന്ന വസ്തുക്കൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു തആല സൂചിപ്പിച്ചത്. ശിർക്ക് എന്ന് പറയുന്നത് മഹാ അപരാധമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, വലിയ അക്രമമാണ് ശിർക്ക് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അപ്പൊ ഈ ആയത്തൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കാരോപിക്കാൻ പല സാധുക്കളും കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നത് കാണുമ്പോൾ വല്ലാത്ത പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരക്കാരുടെ ആ നിലപാടിനോടുള്ള സഹതാപമോ ഒക്കെ വല്ലാതെ തോന്നാറുണ്ട്. കാരണം എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന് മാത്രം നൽകേണ്ട ഒരു സംഗതി മറ്റൊരാൾക്ക് സമർപ്പിക്കുക എന്നാണ്. അപ്പൊ ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞതിന്റെ ആശയം. അതിന് വിരുദ്ധമായി ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തിക്കോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾക്കോ വകവെച്ചു കൊടുക്കുക, അതാണ് ശിർക്ക്. ആ കാഴ്ചപ്പാടോടുകൂടെ എന്തിനോട് ബന്ധപ്പെടുമ്പോഴും അല്ലെങ്കിൽ ആ മനോഭാവം സ്വീകരിക്കുമ്പോഴും അത് ശിർക്കാകും. എന്നാൽ ആ കാഴ്ചപ്പാടോടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമല്ലാതെ മറ്റേതെങ്കിലും ശക്തിക്ക് ആരാധിക്കപ്പെടാമെന്നോ അല്ലെങ്കിൽ ആത്യന്തികമായി ആശ്രയിക്കപ്പെടേണ്ടവർ ആ ശക്തികളാണെന്നോ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം വരുന്ന സുന്നികൾ എന്ന് പറയുന്ന ശിർക്കാരോപിക്കപ്പെടുന്ന ആ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും വിശ്വസിക്കുന്നില്ല. വല്ലാഹി സുമ്മ വല്ലാഹി തീർത്തു പറയാൻ പറ്റും, അള്ളാഹുവിനെ പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു വലിയനെയോ അല്ലെങ്കിൽ ഒരു റസൂലിനെയോ ഒരു മഹാനെയോ പുണ്യപുരുഷനെയോ മുസ്ലിമീങ്ങൾ കാണുന്നില്ല. പാരമ്പര്യ വിശ്വാസികൾ അങ്ങനെ അംഗീകരിക്കുന്നുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന സ്ഥാനം ഒന്ന്, മറ്റുള്ളവർക്ക് നൽകുന്ന സ്ഥാനം മറ്റൊന്ന്. അതായത് ഖാലിഖ് പടച്ചവൻ എന്ന അർത്ഥത്തിൽ, ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം കാണുകയും അള്ളാഹുവാകുന്ന ആരാധ്യനായിട്ടുള്ള ആ നാഥന്റെ അടിമകളും അതേപോലെ ബഹുമാനികളായിട്ടുള്ള സൃഷ്ടികളും എന്ന അർത്ഥത്തിൽ മഹാന്മാരെ കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഈ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെന്നും അവകൾക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടെന്നും വിശ്വസിച്ചവരെ സംബന്ധിച്ച് ആക്ഷേപാർഹമായി പറഞ്ഞ സൂക്തങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന കടുത്ത അക്രമം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളൊക്കെ ചിലപ്പോൾ ചില ആളുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങൾക്ക് നേരെ ഓതാറുണ്ട്. ഏലസ് കെട്ടുന്നത്, മന്ത്രിക്കുന്നത്, അതൊക്കെ ശിർക്കാണ്, ആ സംഗതി ചെയ്യാൻ പാടില്ല എന്ന ഹദീസ് ഇവിടെ കാണാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ശിർക്കായ മന്ത്രങ്ങളുണ്ട്, ശിർക്കായ ഏലസുമുണ്ട്, നമുക്കാർക്കും തർക്കമല്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുകയും റസൂലുള്ളാഹി സ്ഥിരീകരിക്കുകയും തങ്ങൾ നടപ്പാക്കുകയും ചെയ്ത മന്ത്രങ്ങളും ഏലസുമൊക്കെ വേറെയുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നർ റുക്കാവത്തിബലത്ത ശിർക്കുൻ, ഈ മന്ത്രിക്കുന്നതും അതേപോലെ തന്നെ ഏലസ് കെട്ടുന്നതും അതേപോലെ തന്നെ ഉള്ള സംഗതികളൊക്കെ ശിർക്കാണ് എന്ന് ഹദീസിലുണ്ട്. അതേസമയത്ത് ഞാൻ മന്ത്രിക്കാറുണ്ട് നബിയെ, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ആൾക്കാരോട് നിങ്ങളുടെ മന്ത്രങ്ങൾ എനിക്ക് കേൾപ്പിക്കൂ എന്ന് പറയുകയും അള്ളാഹുവിന്റെ ദിക്റുകളും അവന്റെ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളാണെങ്കിൽ ഈ മന്ത്രത്തിന് തകരാറില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതും, കണ്ണേറുകൾ പറ്റിയ ആളുകളെ കൊണ്ടുവരുമ്പോ ഇവർക്ക് കണ്ണേറിന് മന്ത്രിക്കണമെന്ന് റസൂലുള്ളാഹി നിർദ്ദേശിച്ചതും, ഞാൻ എന്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ മന്ത്രിച്ച മന്ത്രം ഞാൻ നിങ്ങളെ മന്ത്രിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞതും, ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രിച്ചതും അതൊക്കെ ഇസ്ലാമിക ലോകത്തുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഹദീസ് പൊക്കിപ്പിടിച്ച് അതിന്റെ മറുവശം ചിന്തിക്കാതെ ശിർക്കാരോപിക്കുക എന്ന ഒരു അസുഖം അതുകൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൂടി നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അപകടം തിരിച്ചറിയുകയും ചെയ്യണം എന്നാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവർ അള്ളാഹുവാണ് ആകാശം പടച്ചത് എന്ന് പറഞ്ഞിട്ട് അത് പറച്ചിലൊതുങ്ങുകയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തവരെ ആക്ഷേപിക്കുകയാണ് അള്ളാഹു തആല ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് നോക്കൂ, വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, അഫാമിനു, അവർ നിർഭയരാവുകയാണോ, അൻതഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ വലയം ചെയ്യുന്ന ഏതെങ്കിലും ശിക്ഷകൾ അവർക്ക് വന്നെത്തുന്നതിനെ തൊട്ട് അവർ നിർഭയരാവുകയാണോ? അതായത് പടച്ചോന്റെ ഒരു ശിക്ഷയും ഞങ്ങൾക്ക് വരൂല, ഞങ്ങൾ ഈ ശിർക്ക് ചെയ്തിങ്ങനെ നടന്നാൽ ഞങ്ങളൊന്നും അള്ളാഹു ചെയ്യില്ല എന്ന ആ ഒരു ഭയരഹിതമായിട്ടുള്ള സാഹചര്യം അവർ കൊണ്ടു നടക്കുകയാണോ? അല്ലെങ്കിൽ അന്ത്യനാൾ അവർക്ക് പെട്ടെന്ന് വരലിനെ തൊട്ട് അവർ നിർഭയരാവുകയാണോ? വഹും ലാ യശ്ഉറൂൻ, അവരറിയാത്ത നിലക്ക് അങ്ങനെ അന്ത്യനാൾ പെട്ടെന്ന് വന്നാൽ അവരാ ശിർക്കിൽ തന്നെ നിലകൊള്ളുകയും ചെയ്താൽ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തുമെന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ അവർ കഴിഞ്ഞുകൂടുകയാണോ? ആണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അങ്ങനെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്, അത് കടുത്ത തെറ്റും ധിക്കാരവുമാണ് എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. എന്നിട്ട് നിബിതങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഖുൽ നബി അങ്ങ് പറയൂ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, അദൂ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇതാണ് എന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്ഥാപിക്കുന്നത് തെറ്റാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ട് ഈ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടാൻ അർഹൻ എന്നതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ അന ഒമനിത്തബഅനി,
ഞാനും എന്നെ പിന്തുടർന്ന് ഞാൻ പറയുന്നത് സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളും അവർ നല്ല ഉൾക്കാഴ്ചയുടെ മേലിലാണുള്ളത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതല്ല. കൃത്യമായ ബോധ്യത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ നല്ല ദൃഢമായ വിശ്വാസം തന്നെ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിഷയത്തിൽ എനിക്കുമുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഫോളോവേഴ്സിനുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് വസുബ്ഹാനല്ലാഹ്, അള്ളാഹു തആല ഇവർ പറയുന്ന എല്ലാ അരുതായ്മകളെ തൊട്ടും പരിശുദ്ധനാകുന്നു. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞവർ, അള്ളാഹുവിന് പങ്കാളികളായിട്ടുള്ള കീഴ്ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞവർ, അത്തരത്തിലുള്ള ഒരു ദുരാരോപണത്തിനും അള്ളാഹു അർഹനല്ല. അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും തന്നെ അള്ളാഹുവിനോട് മറ്റേതെങ്കിലും ഒരു ശക്തിയെ, മറ്റേതെങ്കിലും ഒരു ദൈവത്തെ പങ്കു ചേർക്കുന്നവരിൽപ്പെട്ടവനല്ല. ശിർക്കിൽ നിന്ന് തൗഹീദിന്റെ ശരിയായ ശൈലിയിലേക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും ക്ഷണിച്ചുകൊണ്ടാണ് ഞാനും എന്റെ കൂടെയുള്ള ആളുകളും മുന്നോട്ട് പോകുന്നതെന്ന് അത് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്താൽ വിജയത്തിലേക്ക് നിങ്ങൾക്ക് നടന്നെത്താമെന്നും, അതേസമയത്ത് അത് അവഗണിക്കാനാണ് പരിപാടിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത ശിക്ഷ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും ഭൂമിയിൽ തന്നെ മുൻകാലത്ത് ശിക്ഷകൾ അനുഭവിച്ച കുറെ ധിക്കാരികളുടെ ചരിത്രം നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് മറക്കരുതെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടുകളെ അരക്കിട്ടുറപ്പിച്ചും തങ്ങളുടെ വാദഗതികളെ കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചും പ്രബോധനത്തിന്റെ രംഗത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് നല്ല ദിശാബോധം കാണിച്ചു കൊടുത്താണ് മുന്നോട്ടു പോകുന്നത്. അതിൽ അടിയുറച്ചു നിൽക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ. അള്ളാഹു നമ്മളെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു